വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം. കന്മഷച്ചെമ്മുകിൽ മൂടിയ മനസ്സിനെ ഹിമസമമാക്കും വചനം എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം എനിക്കു തേനിലും മധുരം തിരുവചനം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. റോമിലെ ചക്രവർത്തിയായിരുന്ന നീറോയുടെ കാലത്ത് AD 64 റോമിൽ വലിയ ഒരു അഗ്നിബാധയുണ്ടായി. ഇതിന് കാരണക്കാരൻ നീറോ തന്നെ എന്ന ശ്രുതി ഉണ്ടായപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായി അന്ന് ജനങ്ങളുടെ വെറുപ്പിന് പാത്രരായിരുന്ന ക്രിസ്ത്യാനികളുടെ മേൽ കുറ്റം ചുമത്തുകയും ക്രിസ്തുമാർഗം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച് അവരെ പീഡിപ്പിക്കുകയും ചെയ്തു. ചിലരെ ക്രൂശിൽ തറച്ചു, ചിലരുടെ മേൽ തുണിച്ചുറ്റി എണ്ണയൊഴിച്ച് ദീപമായി കത്തിച്ചു, ചിലരെ മൃഗങ്ങളുടെ തോൽ ധരിപ്പിച്ച് ദുഷ്ടമൃഗങ്ങൾക്ക് കടിച്ചു കീറുവാൻ എറിഞ്ഞുകൊടുത്തു. ഈ സമയത്ത് പൗലോസിനെയും ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന കുറ്റം ചുമത്തി തടവിൽ ആക്കി. 2 തിമോഥെയോസ് 2:9 തടവറയിൽ നിന്ന് തനിക്ക് മോചനം ഉണ്ടാകില്ല എന്നും തൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്നും മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് പറയുന്നത്, ദ ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഹാസ് കം. എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. 2 തിമോഥെയോസ് 4:6. പൗലോസ് ചിന്തിച്ചതുപോലെ തന്നെ AD 67 താൻ വധിക്കപ്പെട്ടു. തടവറയിലും മരണത്തിൻ്റെ മുൻപിലും ധൈര്യത്തോടെ നിൽക്കുവാൻ പൗലോസിനെ സഹായിച്ചത് ദൈവവചനമാകുന്നു എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് 2 തിമോഥെയോസ് 3:14 മുതലുള്ള വാക്യങ്ങൾ. പൗലോസ് പറയുന്നത്, ഞാൻ തടവിലായത് ദൈവവചനം നിമിത്തമാണ്. ദൈവവചനം തടവിലും എന്നെ ശക്തീകരിച്ചു. ദൈവത്തിൻ്റെ വചനം മഹത്വകരമായ ഒന്നാണ്. ദൈവവചനം മഹത്വകരം എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? 1. ദൈവവചനം രക്ഷയ്ക്ക് മതിയാകുന്നു. 2 തിമോഥെയോസ് 3:14. വചനം നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും രക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എത്യോപ്യക്കാരൻ ഷണ്ഡൻ്റെ മാനസാന്തരം ദൈവവചന വായനയിൽ കൂടിയായിരുന്നു എന്ന് പ്രവൃത്തി 8:26 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. തിരുവചന വായനയിൽ കൂടി മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന അനേകരുടെ ചരിത്രം ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്: നിരീശ്വരവാദികളുടെ പ്രവർത്തനഫലമായി യേശുവിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു യുവതി ഇംഗ്ലണ്ടിലെ ഒരു ഹോസ്പിറ്റലിൽ വാർഡ് സിസ്റ്ററായി പ്രവർത്തിച്ചിരുന്നു. അവളെ സംബന്ധിച്ച് ജീവിതം നിരർത്ഥകമായി തോന്നി. ഒരു ദിവസം ഒരു സുവിശേഷകനിൽ കൂടി അവൾക്ക് യോഹന്നാൻ്റെ ഒരു സുവിശേഷ പ്രതി ലഭിച്ചു. അവളത് വായിച്ചു. യോഹന്നാൻ 18:37 വാക്യം അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. പിലാത്തോസിൻ്റെ ചോദ്യത്തിനുള്ള യേശുവിൻ്റെ മറുപടിയായിരുന്നു ആ വാക്യം. സത്യത്തിന് സാക്ഷിയാകുവാൻ ലോകത്തിലേക്ക് വന്ന കർത്താവ് എന്ന ഭാഗം അവളെ ചിന്തിപ്പിച്ചു. ആ ചിന്ത അവളെ യേശുവിൻ്റെ വിശ്വാസത്തിലേക്ക് നടത്തി. അവൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. സാധു സുന്ദർ സിംഗിൻ്റെ അനുഭവം ഇതുതന്നെയാണ്. ദൈവവചനം രക്ഷയുടെ വാതിൽ തുറന്നു തരുന്ന താക്കോലാണ്. ദൈവവചനത്തെ അഗണ്യമാക്കി കളയുന്ന ആരും ക്രിസ്ത്യാനി എന്ന പേരിന് യോഗ്യനും അല്ല. 2. ദൈവവചനം തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മിലുണ്ടാകുന്ന തെറ്റുകളെക്കുറിച്ച് ബോധവാന്മാർ ആക്കുന്നത് ആണ്. വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭക്തന്മാരുടെ ജീവിതവും ഉപദേശവും അവരുടെ പ്രാർത്ഥനകളും എല്ലാം നമ്മിലുള്ള പാപത്തെ അറിയുവാൻ നമ്മെ സഹായിക്കുന്നു. ഉദാഹരണമായി 51-ാം സങ്കീർത്തനത്തിലെ ദാവീദിൻ്റെ പ്രാർത്ഥന, നാഥാൻ പ്രവാചകനിൽ കൂടി
തൻ്റെ തെറ്റുകളെക്കുറിച്ച് ബോധം വന്ന ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ നിർമ്മലൻ ആകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ദാവീദിൻ്റെ അനുതാപ വാക്കുകൾ നമ്മെയും അനുതാപത്തിലേക്ക് നയിക്കും എന്നതിന് സംശയമില്ല. അതെ, വചനം നമ്മിലുണ്ടാകുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നു. 3. ദൈവവചനം നീതിയുള്ള അഭ്യാസത്തിന് ഉതകുന്നു. 2 തിമോത്തിയോസ് 3:17. ദൈവവചനം ജീവിതങ്ങളെ രൂപപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ സമസൃഷ്ടങ്ങളുടെ നന്മയ്ക്ക് ഉതകത്തക്ക വിധത്തിൽ അവയെ പഠിപ്പിക്കുകയും വേണം. അതായത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചന ജ്ഞാനത്തിൽ കൂടി നമ്മുടെ ഭവനത്തിലും ചുറ്റുപാടുകളിലും ഉള്ളവരെ വിശ്വാസ അനുഭവത്തിലേക്ക് വരുത്തുന്നതിനുള്ള അഭ്യസനം നൽകുവാൻ നമുക്ക് കഴിയണം. ദൈവവചന അഭ്യസനത്തിന് സഭ ഒരുക്കിയിരിക്കുന്ന അഭ്യസന കളരിയാണ് സൺഡേ സ്കൂൾ. ഈ അഭ്യസന കളരിയിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കുവാൻ മാതാപിതാക്കന്മാർ മടിക്കുന്നതിൻ്റെ പരിണിത ഫലമല്ലേ നമ്മുടെ തലമുറകൾ വിശ്വാസത്തിൽ ബലഹീനരായി ലോകമാർഗങ്ങളിൽ സഞ്ചരിക്കുന്നത്? നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനം ആണ്. അതുകൊണ്ട് വചനം തലമുറകൾക്ക് പകർന്നു നൽകുവാൻ മാതാപിതാക്കന്മാർ മടിക്കരുത്. ദിനംതോറും വചനം വായിക്കാം, പഠിക്കാം, ധ്യാനിക്കാം. വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ രക്ഷയിലേക്ക് നയിച്ച ദൈവവചനം തലമുറകൾക്ക് നൽകി അവരെ വിശ്വാസ വഴികളിൽ നയിപ്പാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ. ആമേൻ. വഴി തെറ്റി അലയുന്ന അജഗണങ്ങളെ നേർവഴി നയിക്കുന്ന വചനം, വഴി തെറ്റി അലയുന്ന അജഗണങ്ങളെ നേർവഴി നയിക്കുന്ന വചനം, എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം, എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം, എനിക്കു തേനിലും മധുരം തിരുവചനം. കന്മഷ ചെമ്മുകിൽ മൂടിയ മനസ്സിനെ ഹിമസമമാക്കും വചനം, എനിക്കു തേനിലും മധുരം തിരുവചനം. വചനം ദൈവവചനം, എനിക്കു തേനിലും മധുരം തിരുവചനം.